ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു അമ്മു. അവളുടെ മനസ്സിൽ ഇന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായി അലയടിച്ചുകൊണ്ടിരുന്നു. തന്നെ ചതിച്ച വിവേകിനോടും തന്നെ മനസ്സിലാക്കാത്ത തള്ളിപ്പറഞ്ഞ വീട്ടുകാരോടുള്ള ദേഷ്യം അവളുടെ മനസ്സിൽ കൂടി വന്നു. അതിന്റെ ബലം എന്നോണം അവൾ ജനൽ കമ്പികളിൽ മുറുകെ പിടിച്ചു. പെട്ടെന്ന് അവളുടെ തോളിൽ ഒരു കൈത്തലം പതിഞ്ഞു. ഞെട്ടി തിരിഞ്ഞു നോക്കിയ അമ്മു തന്നെ നോക്കി നിൽക്കുന്ന ലീനയാണ് കാണുന്നത്. അവൾ ലീനയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. വേണ്ട, നിന്റെ സങ്കടം എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവും. സങ്കടം മനസ്സിൽ വെച്ച് ചിരിക്കാൻ ശ്രമിക്കണ്ട. കരഞ്ഞു. ഈ മനസ്സിലെ വിഷമം തീരുന്നത് വരെ കരഞ്ഞു. അത് കഴിഞ്ഞ് ഈ മുഖത്ത് എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മനസ്സിലായോ? ലീന അമ്മുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മു അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ലീന അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. പുറത്ത് അവർ ഉറങ്ങിയോന്ന് നോക്കാനായി വന്ന അലക്സിന്റെ മുഖം ഈ കാഴ്ച കണ്ട് വിടർന്നു. അവനൊരു നിർവൃതിയോടെ അത് നോക്കി നിന്നു. വേളാങ്കണ്ണിക്ക് പോയവർ തിരികെ എത്താറായെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവരെ കാത്തിരിക്കുവാണ് എൽസമ്മ. അവരുടെ ചിന്തകളെ മുഴുവൻ അലക്സ് ആയിരുന്നു. അവന്റെ ജീവിതം ഇങ്ങനെ ഒന്നുമില്ലാതെ ആകുന്നത് കണ്ടു നിൽക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് നാൻസിയുമായിട്ടുള്ള കല്യാണത്തിന് നിർബന്ധിച്ചത്. പക്ഷേ അവർ ഒരു നെടുവീർപ്പോടെ സെറ്റിൽ ചാരിയിരുന്നു. അവരുടെ മനസ്സിലപ്പോൾ അലക്സ് അമ്മുവിന്റെ കാര്യം തന്നോട് പറഞ്ഞതാണ് ഓർമ്മ വന്നത്. മാത്യു ചായന്റെ സുഹൃത്തിന്റെ മകളാണ് നാൻസി. നാൻസിക്ക് അവനെ നേരത്തെ തന്നെ ഇഷ്ടമായിരുന്നു. അതവൾ പറയുമ്പോഴെല്ലാം അവൻ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കും. ഒടുവിൽ തല്ലാൻ വരെ തുടങ്ങി. പക്ഷെ നാൻസി വീണ്ടും ചെല്ലും. അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും. ഒടുവിൽ അവൾ വീട്ടുകാരുടെ പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോഴാണ് അലക്സ് പൊട്ടിത്തെറിച്ചത്. എൽസയുടെ ഓർമ്മകൾ അന്നത്തെ ദിവസത്തിലേക്ക് പോയി. രാവിലെ കിച്ചണിൽ നിന്നപ്പോഴാണ് മാത്യു ചാൻ ഹാളിലേക്ക് വിളിക്കുന്നത്. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എൽസ ചെന്ന് റോസിയമ്മയുടെ അടുത്തായി നിന്നു. ഇനി പറയട പോവേ, എന്നത്തിനാ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? വല്യപ്പച്ചൻ മാത്യുച്ചനോടായി പറഞ്ഞു. മാത്യുച്ചൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവരും അതറിയാനുള്ള ആകാംക്ഷയിലാണ്. ഞാൻ നമ്മുടെ അലക്സിന്റെ കെട്ടുകല്യാണം നടത്തിയാലോ എന്ന് ആലോചിക്കാം. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ പറഞ്ഞു. പപ്പ! അലക്സ് ഒരു അലർച്ചയോടെ ചാടി എണീറ്റ് പപ്പയെ വിളിച്ചു. ആരോട് ചോദിച്ചിട്ടാ പപ്പ എന്റെ കല്യാണം തീരുമാനിച്ചേ? എനിക്ക് സമ്മതമല്ല, 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 സമ്മതമല്ല. ആ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അലക്സേ. ആദ്യം പെണ്ണാരാണെന്ന് അറിയട്ടെ. അറിയാനൊന്നുമില്ല, ആരായാലും എനിക്ക് വേണ്ട, അത്ര തന്നെ, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ആ, നീ ഒന്ന് സമാധാനപ്പെട്. മിക്കിയപ്പോ പറഞ്ഞതും അവൻ അയാളൊന്ന് കൂർപ്പിച്ചു നോക്കി. അതിന് അയാളൊന്ന് ചിരിച്ചു കാണിച്ചു. നീ പറ മാത്ത, ഏതാ പെണ്ണ്? അതപ്പച്ച, നമ്മുടെ മാമച്ചന്റെ മോള് നാൻസി. അവളോ? അവളോട് ഞാൻ പലതവണ പറഞ്ഞതാ എന്റെ പിന്നാലെ നടക്കരുതെന്ന്. ഇപ്പൊ അവള് കല്യാണം ആലോചിച്ച് വന്നേക്കുന്നു. അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം. അതും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോകാൻ തുടങ്ങി. നീ ഒന്ന് നിന്നേ. അലക്സ് മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും മാത്യു ചായൻ അവനെ വിളിച്ചു. അവൻ പപ്പയെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. മാമച്ചന്റെ വീട്ടിൽ നിന്ന് ഒരു ആലോചന വന്നേ ഉള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? മാത്യു ചായൻ അലക്സിനെ നോക്കി ചോദിച്ചു. അലക്സ് ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ അലക്സേ? കേട്ടു. പിന്നെന്താ മറുപടി ഇല്ലാത്തെ? മാത്യു ചായൻ അലക്സിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അത് എനിക്ക് അവളെ ഇഷ്ടമല്ല, അലക്സ് മാത്യു ചായനെ നോക്കി പറഞ്ഞു. കാരണം? അത് ഏത്? ഇഷ്ടമല്ലെങ്കിൽ അതിന് വ്യക്തമായ കാരണം പറയണം. അത് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവൻ മാത്യു ചായന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിന്റെ അലർച്ച കേട്ടപ്പോഴേ ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാ, അല്ലേ അപ്പച്ച? അതെ അതെ. അലക്സ് ഒന്നും മിണ്ടാതെ നിന്നു. അപ്പൊ പറഞ്ഞോ, ഏതാ പെണ്ണ്? മാത്യു ചായൻ ചോദിച്ചതും അലക്സ് മിക്കിയപ്പയെ ഒന്ന് നോക്കി. മിക്കിയപ്പ അവനെ നോക്കി തലയാട്ടിയതും അവൻ പപ്പയെ നോക്കി പറഞ്ഞു. അനാമി, അനാമി ഹരിദാസ്, എന്റെ സ്വന്തം അമ്മു. പെണ്ണ് അന്യജാതിക്കാരിയാണോ? അലക്സ് പറഞ്ഞു നിർത്തിയതും വല്യമ്മച്ചി ചോദിച്ചു. അലക്സ് എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി. എല്ലാ മുഖങ്ങളിലും അതറിയാനുള്ള ആകാംക്ഷ അവൻ കണ്ടു. അതെ. പപ്പയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അയ്യോ, അതെങ്ങനെ ശരിയാകും? അലക്സിന്റെ മറുപടി കേട്ടതും വല്യമ്മച്ചി പറഞ്ഞു. അതെന്താ അമ്മച്ചി ശരിയാവാത്തെ? അന്യജാതിക്കാരി പെങ്കൊച്ചിനെ കൊണ്ട് എങ്ങനെ പള്ളി വെച്ച് കെട്ടു നടത്തും? എല്ലാവരുടെയും മുഖത്തും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്നതാ, അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ചേട്ടായി എന്നാ ഒന്നും ഇടാതെ നിൽക്കുന്നത്? ചേട്ടായിക്ക് എതിരഭിപ്രായം ഉണ്ടോ? മിക്കിയപ്പ ചോദിച്ചതും എല്ലാവരും മാത്യു ചായനെ തന്നെ നോക്കി. ഞാൻ ഇനി എന്നാ പറയാനാ? എല്ലാം അവൻ തന്നെ തീരുമാനിച്ചില്ലേ, ഇനി എന്റെ വാക്കിന് എന്നാ പ്രസക്തിയാ? മാത്യു ചായൻ അങ്ങനെ പറഞ്ഞതും അലക്സ് മാത്യു ചായന്റെ അടുത്ത് ചെന്ന് അയാളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അങ്ങനെയല്ല പപ്പ, എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടാ. പക്ഷെ ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. എന്റെ പപ്പയോട് പറഞ്ഞിട്ട് അവളോട് പറയണമെന്നാ ഞാൻ കരുതിയത്, അവൻ അയാളുടെ തോളിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോ മാത്യു ചായന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അല്ലെങ്കിലും ആ അപ്പനും മകന് എപ്പോഴും ഇങ്ങനെ തന്നെയാ. കണ്ടാൽ മസിൽ പിടിച്ചു നിന്നാലും അവർ തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. ഒരു ചെറുചിരിയോടെ അയാൾ അവന്റെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു.
പോട്ടടാ ചെക്ക, നീ പറയാതിരുന്നപ്പോ പപ്പയ്ക്ക് വിഷമമായി എന്നത് നേരം. എന്നാ ഇപ്പൊ അതൊക്കെ മാറി അല്ലയോ അപ്പച്ച? അതേടാ ഉവ്വേ. എവിടെടാ എന്റെ കൊച്ചുമരുമോളുടെ ഫോട്ടോ? വല്യപ്പച്ചൻ ചോദിച്ചതും അലക്സ് ഫോണിൽ നിന്നും അമ്മുവിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു. ആഹാ, സുന്ദരി കൊച്ചാണല്ലോ. ഫോട്ടോ കണ്ട ഉടനെ റോസിയമ്മ പറഞ്ഞു, നീ എന്നതാ എൽസെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നിന്റെ മരുമോളെ നിനക്ക് ഇഷ്ടമായില്ലേ? ഫോട്ടോ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എൽസമ്മയെ നോക്കി വല്യമ്മച്ചി ചോദിച്ചു. എൽസമ്മ അലക്സിനെ ഒന്ന് നോക്കി, എന്നിട്ട് അവരോടായി പറഞ്ഞു, എനിക്കിഷ്ടക്കേടൊന്നുമില്ല, നല്ല കുട്ടി തന്നെ. പിന്നെന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നിനക്ക് വല്ല ഏനക്കേടുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി, ചെറിയൊരു തലവേദന, ഞാൻ ഒന്ന് കിടക്കട്ടെ. അവർ അതും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ ഒന്ന് പോയി നോക്കിയേ മാത്തിച്ച. വല്യമ്മച്ചി എൽസ പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരിയമ്മച്ചി. അതും പറഞ്ഞ് മാത്യുച്ചായൻ റൂമിലേക്ക് പോയി. മറ്റുള്ളവർ അവന്റെ കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചയിലായി. മാത്യുച്ചായൻ റൂമിലേക്ക് ചെന്നപ്പോൾ എൽസമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. അയാൾ ചെന്ന് അവരുടെ തോളിൽ കൈവച്ചതും എൽസമ്മ തിരിഞ്ഞു നോക്കി. എന്നതാടോ, എന്നാ പറ്റിയേ? മാത്യുച്ചായൻ അവരോടായി ചോദിച്ചു. ഒന്നുമില്ലേ ചായ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നതാ. അതാ ചോദിച്ചത്, ഇതിന് മാത്രം ആലോചിക്കാൻ എന്നതാന്ന്. അതിന് മറുപടിയായി അവരൊന്നും മിണ്ടാതെ നിന്നു. തനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ലേടോ? അവരുടെ മൗനം കണ്ട് അയാൾ ചോദിച്ചു. എനിക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലേ ചായ, അവന്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. അവൻ കണ്ടെത്തുന്നവൾ ഒരിക്കലും മോശമാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെന്താടോ തന്റെ പ്രശ്നം? താനെന്താ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നേ? അവരുടെ നിസ്സംഗത കണ്ട് വീണ്ടും മാത്യുച്ചായൻ ചോദിച്ചു. അത് നാൻസിയെ കുറിച്ച് ആലോചിച്ചേ. നാൻസിയെ കുറിച്ചോ? അവളെ കുറിച്ച് എന്നതാ ഇത്ര ആലോചിക്കാൻ? അതിച്ചായ, ആ പെൺകൊച്ചിന് അലക്സ് എന്ന് വെച്ച ജീവന. അതിനോട് എന്നാ പറയുമെന്ന? അതിനോട് എന്നാ പറയാൻ? അതിനാരും വാക്കൊന്നും കൊടുത്തില്ലല്ലോ. ഇന്ന് മാമച്ചൻ ചോദിച്ചപ്പോൾ അലക്സിന് ഇഷ്ടമാണെങ്കിൽ ആലോചിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. അതിന് താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലടോ. മാത്യുച്ചായൻ എൽസമ്മയുടെ തോളി തട്ടിക്കൊണ്ട് പറഞ്ഞു. എൽസമ്മ അതിനൊന്ന് അമർത്തി മൂളി. എങ്കിലും അവരുടെ മനസ്സിൽ ആശങ്കകളായിരുന്നു. മാത്യുച്ചായൻ എൽസമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അവിടെ എല്ലാവരും അവരെ കാത്തിരിക്കുമായിരുന്നു. എന്നോട് ദേഷ്യമാണോ മമ്മ? അവരെ കണ്ടതും അലക്സ് വന്ന എൽസമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടിയായി അവരവനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. മമ്മയുടെ മരുമോള് സുന്ദരിയ, ഒത്തിരി ഇഷ്ടായി. അവർ അവനോട് പറഞ്ഞു. അവന്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. അതേ ചിരി തന്നെ മറ്റുള്ളവരിലേക്കും പടർന്നു. ഹോണടി കേട്ടാണ് എൽസമ്മ ഓർമ്മകളിൽ നിന്ന് തിരികെ വന്നത്. അവർ പെട്ടെന്ന് ചെന്ന് വാതിൽ തുറന്നു കൊടുത്തപ്പോഴേക്കും അവരൊക്കെ സിറ്റ് ഔട്ടിൽ എത്തിയിരുന്നു. പിള്ളേരൊക്കെ പോയോടി എൽസേ? അകത്തേക്ക് കയറുന്നതിനിടെ വല്യമ്മച്ചി എൽസമ്മയോട് ചോദിച്ചു. പോയമ്മച്ചി, അവര് വെളുപ്പിനെ പോയി. അതിനൊന്നും മൂളിക്കൊണ്ട് അമ്മച്ചി അകത്തേക്ക് കയറി. യാത്രയുടെ ക്ഷീണം കാരണം എല്ലാവരും പെട്ടെന്ന് ഫ്രഷായി കിടന്നു. ഇച്ചായ. ഉറങ്ങാൻ കിടക്കുമ്പോൾ എൽസമ്മയുടെ വിളി കേട്ട് മാത്യുച്ചായൻ തിരിഞ്ഞു നോക്കി. എന്നതാടോ, എന്നതേലും പ്രശ്നമുണ്ടോ? മാത്യുച്ചായൻ എൽസമ്മയോട് ചോദിച്ചു. അതിച്ചായ, ഞാനിന്ന് നാൻസിയുടെ കാര്യം കുഞ്ഞുവിനോടൊന്ന് സൂചിപ്പിച്ചു. അലക്സിന്റെ വിളിപ്പേരാണ് കുഞ്ഞു. അപ്പൊ അവൻ തന്നോട് ദേഷ്യപ്പെട്ടു ഇല്ലേ? അവർ പറഞ്ഞതിന് മറുപടിയായി മാത്യുച്ചായൻ ചോദിച്ചു. പെട്ടെന്ന് അവരുടെ മുഖം വാടി. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ. അവന്റെ കാര്യം അറിയില്ലേ? അമ്മു അല്ലാതെ മറ്റൊരു പെണ്ണിനെ അവൻ സ്വീകരിക്കില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് നമുക്ക് അവനെ നിർബന്ധിക്കാൻ പറ്റും. കുറച്ചു നാൾ മുമ്പുള്ള അവന്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? എന്നാലും ഞാൻ അവന്റെ മമ്മയല്ലേ? എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും എന്റെ കുഞ്ഞിങ്ങനെ നേറി കഴിയുന്നത്? അയാൾ പറഞ്ഞു നിർത്തിയതും അവർ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അതിനുള്ള പരിഹാരം നാൻസിയാണോ? ആ പെങ്കൊച്ചിനെ ആണെങ്കിൽ അവന് കണ്ണിന് നേരെ കണ്ടൂടാ. പിന്നെ അതിനെ കെട്ടാൻ പറഞ്ഞ അവൻ അനുസരിക്കോ? അതിനവർ ഒന്നും മിണ്ടിയില്ല. താൻ സമാധാനിക്ക്, എല്ലാം ശരിയാവും. അയാൾ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പുലർച്ചെ അലാറം അടിക്കുന്ന സൗണ്ട് കേട്ടാണ് ലീന എണീറ്റത്. കുരിശു വരച്ച് ലീന എണീറ്റതും തന്നെ ചുറ്റിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന അമ്മൂനെയാണ് കണ്ടത്. അവൾ ഒരു പുഞ്ചിരിയോടെ അമ്മൂനെ തന്നെ കുറച്ചുനേരം നോക്കിയിരുന്നു. എന്നിട്ട് പതിയെ അവളുടെ നെറുകയിൽ തലോടി നെറ്റിയെ ചുണ്ടുകൾ ചേർത്തു. നീ അനുഭവിച്ചത് ഓർക്കുമ്പോൾ വല്ലാതെ വിഷമം ഉണ്ടാമോ? എങ്കിലും നിന്നെ ഞങ്ങൾക്ക് തിരികെ കിട്ടിയത് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയെങ്കിലും എന്റെ ഇച്ഛയൻ പഴയതുപോലെ ആകുമല്ലോ. നിന്നെ ഞങ്ങൾ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി നിനക്ക് ഞങ്ങൾ മാത്രം മതി. ഒരുപക്ഷെ ഇതെന്റെ സ്വാർത്ഥതയാകാം. എന്നതാണേലും ആങ്ങളെ സ്നേഹിക്കുന്ന ഏത് പെങ്ങളും ഇങ്ങനെ ചിന്തിക്കൂ. നീ ജീവിക്കണം എന്റെ ഇച്ഛയനോടൊപ്പം സന്തോഷത്തോടെ. ഇനി നിങ്ങളെ പിരിക്കാൻ ആരും വരില്ല. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഉറങ്ങിക്കോ. അമ്മൂനെ നോക്കി അതും പറഞ്ഞ് ഒന്നുകൂടി അവളുടെ നെറുകയെ ചുംബിച്ചുകൊണ്ട് ലീന എഴുന്നേറ്റു. ഫ്രഷായി നേരെ കിച്ചണിലേക്ക് പോയി. കോഫിയിട്ട് ഡൈനിങ് ഹാളിൽ വന്നപ്പോഴേക്കും അലക്സ് അങ്ങോട്ട് വന്നു. അമ്മു എണീറ്റില്ലേ ലീനു? അലക്സ് ലീനയോട് ചോദിച്ചു. ഇല്ലിച്ചായ, ഇന്നലെ അത് ഉറങ്ങാൻ ഒരുപാട് ലേറ്റായി. ഓരോന്നോർത്ത് കരച്ചിലായിരുന്നു. വെളുപ്പിന് എപ്പോഴാണ് ഉറങ്ങിയത്?
നീ എന്നാത്തിനാ അവളെ ഓരോന്നും ആലോചിക്കാൻ വിട്ടെ? നിനക്ക് എന്നതേലും സംസാരിച്ചോണ്ടിരുന്നൂടായിരുന്നു? അവള് പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളോട് ചോദിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഉറങ്ങാൻ കിടന്ന വെച്ചാൽ ഞാൻ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോ അവള് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ ചെന്ന് വിളിച്ചപ്പോ പൊട്ടി കരയുമായിരുന്നു. പിന്നെ അതിനെ ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടാ കിടന്നേ. ഞാൻ ഉറങ്ങുന്ന വരെ അവൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഓരോന്നോർത്ത് കിടക്കുമായിരുന്നു. പാവം. അതിനവനൊന്ന് അമർത്തി മൂളി. അപ്പോഴേക്ക് എബി എണീറ്റ് വന്നു. എന്നതാ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ലടാ, അമ്മുവിന്റെ കാര്യം പറയുമായിരുന്നു. അതിനെക്കുറിച്ച് എന്നാ പറയാനാ? എത്രയും പെട്ടെന്ന് മറ്റവനെ ഡിവോഴ്സ് ചെയ്യുന്നു, നീയുമായിട്ട് കല്യാണം നടത്തുന്നു. ദാറ്റ്സ് ഓൾ. ആഹാ, എത്ര നിസ്സാരം. അവൻ പറഞ്ഞു കഴിഞ്ഞതും ലീന പറഞ്ഞു. നിസ്സാരമല്ലെന്ന് എനിക്കും അറിയാം. സമയമുണ്ടല്ലോ. ആദ്യം നിങ്ങൾ വാ, എന്നതേലും ഉണ്ടാക്കി കഴിക്കാം. വിശന്നിട്ട് വയ്യ, വാ. അതും പറഞ്ഞ് അവൻ കിച്ചണിലേക്ക് നടന്നു. അവന്റെ പിന്നാലെ അവരും ചെന്നു. പെട്ടെന്ന് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. നീ പോയി അമ്മൂനെ വിളിച്ചിട്ട് വാ ലീനു. എല്ലാം എടുത്തു വെക്കുന്നതിനിടയിൽ അലക്സ് പറഞ്ഞു. ശരി ചായ. അതും പറഞ്ഞു തിരിഞ്ഞത് കുളിച്ച് തലയിലൊരു ടവലും ചുറ്റി അവരെ നോക്കി നിൽക്കുന്ന അമ്മൂനെയാണ് കണ്ടത്. അലക്സ് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ഒരു ലോങ് സ്കേർട്ടും ക്രോപ്പ് ടോപ്പുമാണ് അവളുടെ വേഷം. അവളുടെ കഴുത്തിലും കവിളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളിലേക്ക് അവന്റെ കണ്ണുകൾ നീണ്ടു. തന്റെ ചുണ്ടുകൾ കൊണ്ട് ആ വെള്ളത്തുള്ളികൾ നുകരാൻ ഒരു നിമിഷം അവൻ കൊതിച്ചു. അവളും അവന്റെ കണ്ണുകളിലേക്ക് തന്നെയാണ് നോക്കിയിരുന്നത്. പെട്ടെന്നെന്തോ ഓർമ്മയിൽ അവൾ നോട്ടം മാറ്റി. നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതാ ഇങ്ങനെ അതിന്റെ ചോര ഊറ്റി കുടിക്കരുതെന്ന്. അലക്സിന്റെ നോട്ടം കണ്ട് അവന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് എബി പറഞ്ഞു. അതിനുള്ള മറുപടി ഇന്നലെ തന്നെ ഞാൻ നിനക്ക് തന്നതാ. അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അലക്സും പറഞ്ഞു. പിന്നെ നിന്റെ പെണ്ണെന്നൊക്കെ നീ കെട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഇപ്പോ അവൾ എന്റെ പെങ്ങളാ. ദുഷ്ടശക്തികളിൽ നിന്ന് പെങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ള ഒരു ആങ്ങളുടെ കർത്തവ്യമല്ലേ മകനെ? അലക്സിന്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട് ഒരു കുസൃതി ചിരിയോടെ എബി പറഞ്ഞു. ആണോ? ആഹാ, എന്നാ പിന്നെ ഉത്തരവാദിത്തമുള്ള ആങ്ങളുടെ കർത്തവ്യം ഞാനും അങ്ങ് ചെയ്തു കളയാം. എന്താ? ചെറിയ പരിഹാസത്തോടെ അലക്സ് പറയുന്നത് കേട്ടതും എബിയുടെ നെഞ്ചിൽ വെള്ളടി വിട്ടി. അളിയൻ നോ. നിന്റെ പെങ്ങളുടെ കാര്യം നിനക്ക് തന്നെ അറിയാലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോ ഇച്ചായം കാണും, ഇച്ചായം വരും എന്നും പറഞ്ഞ് രണ്ടടി മാറിയാ നിൽക്കുന്നേ. ഇനി നീ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്ത് പിന്നെ എനിക്ക് അവളെ കാണാൻ കിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. നീയായി നിന്റെ പെണ്ണായി, നമ്മളെ വിട്ടേക്ക് മോനെ. അവന്റെ ദയനീയതയോടെയുള്ള പറച്ചു കേട്ട് അലക്സിന് ചിരി വന്നു. എങ്കിലും അവൻ അത് മറച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു. നിങ്ങളെന്താ അവിടെ ചെയ്യുന്നേ? ഫുഡ് കഴിക്കുന്നില്ലേ? ലീനയുടെ സംസാരം കേട്ടുകൊണ്ടാണ് അവരങ്ങോട്ട് നോക്കിയത്. അലക്സിന്റെ കണ്ണുകൾ വീണ്ടും അമ്മുവിലേക്ക് തന്നെ ചെന്നു. അവളും ആ നേരം അവരെ തന്നെ നോക്കുകയായിരുന്നു. എബി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി. അമ്മു ഒന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? അവൻ അമ്മുവിനോട് ചോദിച്ചു. അത് കേട്ടതും അവളുടെ മുഖം വാടി. അവൾ ലീനയെ ഒന്ന് നോക്കി. ഇന്ന് പോകുന്നില്ല ലഭിച്ച. അവളിന്ന് ലീവാ. ഞാനും കൂടി ലീവ് എടുക്കാൻ ഇരുന്നതാ. പക്ഷെ എനിക്കിന്ന് പോയേ പറ്റും. ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അമ്മുവിനെ നോക്കിക്കൊണ്ട് ലീന പറഞ്ഞു. നീ പോയാൽ അമ്മു ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അത് കേട്ട് എബി ചോദിച്ചു. ഞാൻ അത് ആലോചിച്ചതാ. പക്ഷെ എനിക്ക് പോവാതെ ഒരു വഴിയില്ല. പോയേ പറ്റൂ. സാരമില്ല ലീന, ഞാൻ നിന്നോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലീന സങ്കടത്തോടെ പറയുന്നത് കേട്ട് അമ്മ പറഞ്ഞു. അത് വേണ്ട. പെട്ടെന്നാണ് അലക്സിന്റെ ശബ്ദമോടെ ഉയർന്നത്. എനിക്കിന്ന് ലീവാ. ഞാനിവിടെ ഉണ്ടാകും. നിങ്ങൾ പെട്ടെന്ന് റെഡിയായി പോവാൻ നോക്ക്. അലക്സ് അവരോടായി പറഞ്ഞു. ലീവോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അലക്സ് പറഞ്ഞത് കേട്ട് എബി ഒരു ചിരിയോടെ ചോദിച്ചു. നിന്നെ അറിയിച്ചോണ്ടാണോ ഞാൻ ലീവ് എടുക്കുന്നത്? എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ലീവ് എടുക്കും. നീ പോയി നിന്റെ ജോലി നോക്കടാ. അവൻ എബിക്ക് നേരെ കപടദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെയാ. എബി ഒരു താളത്തിൽ പറഞ്ഞതും അലക്സും അതേ രീതിയിൽ തന്നെ മറുപടി കൊടുത്തു. എബി അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് കാണിച്ചതും അലക്സ് അവന്റെ തോളിൽ കൈയിട്ട് അവന്റെ ചെവിയിലായി പറഞ്ഞു. കൂടുതൽ നിന്ന് ഡയലോഗ് അടിച്ച മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും പന്നി. പെട്ടെന്ന് റെഡിയായി അവളെ വിളിച്ചോണ്ട് പോവാൻ നോക്കടാ. ഓ, ഉത്തരവ്. അവൻ മുഖം കോട്ടി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ പോയിരുന്നു. അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അലക്സും വന്നിരുന്നു. അമ്മു വാ, വന്ന് കഴിക്ക്. വാതിലിനടുത്ത് തന്നെ നിന്ന അമ്മുവിനെ നോക്കി ലീന പറഞ്ഞതും ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. ടവലഴിച്ച് മുടി തോർത്തി പിന്നിലേക്ക് വിടർത്തിയിട്ടുകൊണ്ട് അവൾ ഡൈനിങ് ഹാളിലേക്ക് വന്നു. അമ്മുവിനെ കണ്ടത് ലീന പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് അലക്സിന്റെ അടുത്ത ചെയറിലേക്ക് ഇരുത്തി. കഴിക്കാനായി അവളുടെ പ്ലേറ്റിലേക്ക് ഇഡലിയും സാമ്പാറും വിളമ്പി. അവരുടെ അടുത്തിരിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തവും മനസ്സിന്റെ വിഷവും എല്ലാം കൂടി അവളെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് താനൊരു ബുദ്ധിമുട്ടാണെന്നുള്ള ചിന്തയും അവളെ അലട്ടിയിരുന്നു. അവൾ ആ ഇഡലി വെറുതെ മുറിച്ചിരുന്നു. അവളുടെ പ്രവൃത്തികളെല്ലാം അലക്സ് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ ടേബിളിൽ ഒന്ന് തട്ടി സൗണ്ട് ഉണ്ടാക്കി. അമ്മ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും അലക്സ് ദേഷ്യത്തോടെ നോക്കുന്നതാണ് കണ്ടത്. ഭക്ഷണവും മുന്നിൽ എടുത്തു വെച്ച് എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുക? അലക്സ് ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ ആരെയും നോക്കാതെ പേടിച്ച് കഴിക്കാൻ തുടങ്ങി. അതു കണ്ടതും മറ്റുള്ളവരും ഒന്ന് ചിരിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി.